അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്ററിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിൽ നെക്സ്റ്റ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് വരെ പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ കമ്പയർ ചെയ്താൽ മാത്രം പോരാ, ഫൈനലി നമ്മളൊരു ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ വരെ എത്തണം. സോ അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, അഡ്ജസ്റ്റ്മെന്റ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അതുപോലെ അപ്ലൈ ചെയ്യണം, എന്നാലും കുറച്ച് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് കാണും. ഓക്കെ, സോ നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ അൺസിസ്റ്റമാറ്റിക് കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ ഇൻകംപ്ലീറ്റ് സിസ്റ്റം. ഹിസ് പൊസിഷൻ ഓൺ 31st December 2012. ഒരു കാര്യം പറയട്ടെ, 31st December 2012 എന്ന് കണ്ടാൽ ഉടനെ അതൊരു വർഷത്തിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. 2012 എന്ന വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. സോ നമ്മൾ ആദ്യമേ കയറി അങ്ങ് വിധി എഴുതരുത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന്. കാരണം 2012 അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2013 ആദ്യത്തെ ഡേറ്റിന് തുല്യമാണ്. നമ്മൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഒരു വർഷം ക്ലോസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് അടുത്ത വർഷം ഓപ്പൺ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 31st December 2012 എന്ന ഡേറ്റ് 1st January 2013 ഈക്വലന്റ് ആണ്. മനസ്സിലായോ? 1st January 2013 എന്ന ഡേറ്റിന് സെയിം ആണ് ഈ 31st December 2012. സോ ചിലപ്പോൾ ഇത് 2012 അവസാനം എന്നാവില്ല, 2013 ഓപ്പണിംഗ് എന്ന രീതിയിലും ആകാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ടേ വിധി എഴുതാവും. ഓക്കെ, എന്ന് തന്നെയായാലും 31st December 2012 നമുക്ക് ക്യാഷ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, ഇത്ര ഐറ്റം ഉണ്ട്. തൽക്കാലം ഈ ഡേറ്റ് പിടിച്ച് വെച്ചോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കണ്ടിന്യൂഷൻ. ഓൺ 31st December 2013. മനസ്സിലായോ? ഇനി തന്നിരിക്കുന്നത് 2013 ഡിസംബറിലെയാണ്. നമുക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് 2012 ഡിസംബർ. അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ പിന്നീട് തന്നിരിക്കുന്നത് 2013 ഡിസംബർ. അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസ് എല്ലാം ആദ്യം തന്നിരിക്കുന്ന 31st December 2012 എന്ന ഐറ്റത്തിനെ 1st January 2013 തന്നെ റീഡ് ചെയ്യണം. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഓപ്പണിംഗ് ഐറ്റംസ് ആണ്, രണ്ടാമതായിട്ട് കാണുന്നതാണ് ക്ലോസിംഗ് ഐറ്റം. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരയ്ക്കണം, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരയ്ക്കണം. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരച്ചാണ് നമ്മൾ ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർസ് എങ്ങനെ വരും നോക്കാം. ഇത് ഓപ്പണിംഗ് ആണ്. കാര്യം എന്താ? 2012 ഡിസംബർ അല്ലെങ്കിൽ 2013 ജനുവരി എന്ന് വിളിച്ചാലും മതി. തന്നിരിക്കുന്ന അസറ്റ് എല്ലാം അസറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. ഒരു ലൈബിലിറ്റി ഉണ്ടായിരുന്നു, അത് പോസ്റ്റ് ചെയ്തു. ബാലൻസ് നോക്കുമ്പോൾ 38,000 രൂപ, 38,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർസ് വരച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരയ്ക്കണം. 31st December 2013 സെയിം തന്നെ അസറ്റ് എല്ലാം നിർത്തി എഴുതുക. ലൈബിലിറ്റി എഴുതിയിട്ട് ബാലൻസ് 54,000 ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഐറ്റം വെച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ, ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർസ് വരച്ച് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡ്യൂറിംഗ് ദ ഇയർ 2013 മിസ്റ്റർ അൺസിസ്റ്റമാറ്റിക് വിഡ്രോ 3,500. അപ്പോൾ ഡ്രോയിങ്സ് 3,500 ഉണ്ട്. 3,500 രൂപ ഡ്രോയിങ്സ്. പിന്നീട് എന്താ? 2,000 രൂപ അഡീഷണൽ ക്യാപിറ്റലും കൊണ്ടുവന്നു. ഇത് നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ, ഐ റിപ്പീറ്റ്, ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ട്രേഡർ ആൻഡ് ഓൾസോ പ്രിപ്പയർ ഹിസ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർസ് ആഫ്റ്റർ കൺസിഡറിംഗ് ദ ഫോളോയിങ്. ഇതെല്ലാം ആദ്യമായിട്ട് കാണുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഈ മൊഡ്യൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. 2 ഡിപ്രീസിയേഷൻ, 3 പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. ഇതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ലേ പഠിച്ചത്.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഈ ഐറ്റംസ് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റേ ആകുന്നുള്ളൂ. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കുറയ്ക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രോഫിറ്റ്. മനസ്സിലായോ? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ക്ലോസിംഗ് ഐറ്റംസ് വെച്ച് ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം. ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്തു. ഓപ്പണിംഗ് ക്യാപിറ്റൽ 38,000. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അസറ്റ് എല്ലാം അസറ്റ് സൈഡ് എഴുതുക, ലൈബിലിറ്റി എഴുതിയിട്ട് ഡിഫറൻസ് എടുത്താൽ ക്യാപിറ്റലായി. ഇതാണ് ഓപ്പണിംഗിലെ ക്യാപിറ്റൽ. ഇതുപോലെ ക്ലോസിംഗിലെ ക്യാപിറ്റൽ കണ്ടുപിടിച്ചാട്ടെ. തന്നിരിക്കുന്ന അസറ്റ് എല്ലാം അസറ്റ് സൈഡിൽ എഴുതുക, ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നു. ഡിഫറൻസ് 54,000 രൂപയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാം. പഠിച്ച പോലെ തന്നെ ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതണം 54,000. ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് കുറയ്ക്കുക. ലാസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റലും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 17,500 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റി എന്താ പറയുന്നത്? ക്യാപിറ്റലിന്റെ 10%. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ തന്നെയാണ് കാണുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ തന്നെയാണ് കാണേണ്ടത്. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന്റെ 15%. അത് ഫർണിച്ചറിന്റെ എന്ന് പറയുമ്പോൾ ഏത് ഫർണിച്ചറിന്റെയാ? നമുക്കിവിടെ ക്ലോസിംഗ് ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ക്ലോസിംഗ്, മറന്നുപോലെ ഈ കാര്യങ്ങൾ. 10,000 രൂപ ക്ലോസിംഗ് ഫർണിച്ചർ ഉണ്ട്. 15% എന്നല്ലേ പറയുന്നത്? 15%. സോ ഡിപ്രീസിയേഷൻ 1,500. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിന്റെ കേസ് എന്താ പറയുന്നത്? 5%. ക്ലോസിംഗ് ഡെറ്റേഴ്സിന്റെയാണ്. 15,000 ഉണ്ട്. 15,000ത്തിന് 5% 750. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെയാണ്. അത് ബുക്കിലോട്ട് എഴുതി വെച്ചോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെയാണ്. അത് ക്വസ്റ്റ്യന് പറഞ്ഞാലും ഇല്ലേലും. ഡിപ്രീസിയേഷനുകൾ കാണേണ്ടത് ക്ലോസിംഗിലെ ഫിക്സഡ് അസറ്റിന്റെയാണ്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത് ക്ലോസിംഗിലുള്ള ഫിക്സഡ് അസറ്റിന്റെയാണ്. പ്രൊവിഷൻ കാണേണ്ടത് ക്ലോസിംഗിലെ ഡെറ്റേഴ്സിന്റെയാണ്. അപ്പോൾ ആ ഐറ്റവും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 11,450 കിട്ടും. ഇത്രയാണ് നമ്മളെ സംബന്ധിച്ച് കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഇനി ഇതിനകത്ത് ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഐറ്റം എല്ലാം വെച്ചൊരു ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറ്റും. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് എല്ലാം ക്ലോസിംഗ് ഐറ്റമാണ്. ഐ റിപ്പീറ്റ്, ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എല്ലാം ക്ലോസിംഗ് ഐറ്റം ആയിരിക്കണം. ക്ലോസിംഗിലെ ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 7,000. ക്യാപിറ്റൽ ഈ ക്യാപിറ്റലിന്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന്റെ കേസിൽ 38,000 രൂപയായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ. 38,000 രൂപ ഓപ്പണിംഗ് ക്യാപിറ്റൽ. 2,000 രൂപ വീണ്ടും കൊണ്ടുവന്നു. 11,450 രൂപ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. 3,800 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുക. ലാസ്റ്റ് ഡ്രോയിങ്സ് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ക്യാപിറ്റലിന്റെ സ്ഥാനത്ത് ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതിയങ്ങ് വെക്കാമെന്ന. അങ്ങനല്ല. ബാലൻസ് ഷീറ്റ് ആക്ച്വലി ഇവിടെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചില്ല 54,000. ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അസറ്റുകളൊന്നും അഡ്ജസ്റ്റ്മെന്റിന് വന്നിട്ടില്ല. ഇതിനകത്ത് ഡിപ്രീസിയേഷൻ വന്നിട്ടില്ല, പ്രൊവിഷൻ വന്നിട്ടില്ല. അപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ മാത്രമാണ്. നമുക്ക് കറക്റ്റായിട്ട് ക്ലോസിംഗിലെ ക്യാപിറ്റൽ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ എഴുതി തന്നെ വരണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷൻ ആഡ് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് കുറയ്ക്കുക. അങ്ങനെ 51,750. കാരണം
ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഈ ഡ്രോയിങ്സും ഈ നെറ്റ് പ്രോഫിറ്റും എല്ലാം തന്നെയും നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ ക്ലോസിംഗ് ക്യാപിറ്റൽ അതുപോലെ എടുത്ത് എഴുതിയാൽ ശരിയാവില്ല. നമ്മൾ കാരണം ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിവിടെ കണ്ടുപിടിച്ച 54,000 ഉണ്ട്. നിങ്ങൾ ചോദിക്കാം, പിന്നെ ഇതല്ലേ ഈ 54,000 എന്ന് പറയുന്നത് ക്യാപിറ്റൽ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ 54,000 എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ 54,000 എടുത്തത്. പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഫിറ്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷമേ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റൂ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷൻ, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു, ഡ്രോയിങ്സ് കുറയ്ക്കുന്നു. അങ്ങനെ 51,780. അസറ്റ് വരുമ്പോൾ ക്യാഷ് എല്ലാം ക്ലോസിംഗ് ആണ്. ക്യാഷ് ക്ലോസിംഗ്, ബാങ്ക് ക്ലോസിംഗ്, റിസീവബിൾ ക്ലോസിംഗ്, ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറയ്ക്കണം, സ്റ്റോക്ക് എഴുതണം, ഫർണിച്ചറിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുത്തിക്കൊണ്ട് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും രണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഐറ്റംസ് അതുപോലെ അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി, വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നോക്കണ്ട. അതൊരു എസ്റ്റിമേറ്റഡ് ഫിഗർ മാത്രമാണ്. ബാലൻസ് ഷീറ്റിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറും. അവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ക്ലോസിംഗ് ക്യാപിറ്റൽ അതുപോലെ ഇവിടെ കോപ്പി ആവാഞ്ഞത്. 54,000 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനലി നമ്മുടെ ക്യാപിറ്റലായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, നമ്മളൊരു 31,000 ആദ്യം കൊണ്ടുവന്നു, 2,000 രൂപ വീണ്ടും കൊണ്ടുവന്നു, അപ്പോൾ 40,000 ആയല്ലോ. 40,000 നിന്ന് 3,500 വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. 3,800 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, 14,450 നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്താൽ മാത്രമേ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ആകത്തുള്ളൂ. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കണേ. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും വരുത്തണം. ഓക്കെ, ഇങ്ങനെയാണ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് ഉപയോഗിച്ച് ബാലൻസ് ഷീറ്റ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡിലോട്ട് കിടക്കും, നമ്മുടെ കൺവെർഷൻ മെത്തേഡ്. ഇനി നമ്മൾ കൺവെർഷൻ മെത്തേഡിലേക്ക് കിടക്കും. ഓക്കെ.